ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, എൻ്റെ പേര് രവി. സ്ഥലം മാവേലിക്കര നൂറനാട് ഇടപ്പോണാണ്. ഞാനിപ്പോഴീ സാക്ഷ്യം പറയുവാനായിട്ട് ഇവിടെ വന്നിരിക്കുന്നത്, ഞാൻ ഉടമ്പടി എടുക്കാൻ ഉണ്ടായ ഒരു കാരണത്തെക്കുറിച്ച് ആദ്യം സൂചിപ്പിക്കുകയാണ്. 2020 കൊറോണയുടെ അത്യന്തം വേദനാജനകമാകുന്ന സാഹചര്യങ്ങളുമായിട്ട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ആ സമയത്ത് എൻ്റെ ജോലി എന്ന് പറയുന്നത് എനിക്ക് പന്തൽ ഡെക്കറേഷനും അതുപോലെ പെയിൻറ്റിങ്ങിൻ്റെ കോൺട്രാക്റ്റുമായിരുന്നു. ഈ സമയത്ത് ഈ 2 വർക്കും വളരെയധികം ഇല്ലാതാകുകയും വളരെ പ്രയാസത്തോടെ ഞാൻ കടന്നു പോവുകയും ചെയ്യുന്ന സമയത്ത് ഞാൻ പൈസ കടം വാങ്ങി ഒരു 10 ലക്ഷം രൂപ മുടക്കി ഒരു ബിസിനസ് തുടങ്ങി. ആ ബിസിനസ് ഒരു 2-3 മാസം ആകുന്നതിന് മുമ്പ് തന്നെ ബിസിനസ് പൊട്ടിപ്പോയി. എൻ്റെ 4-5 ലക്ഷം രൂപ പെട്ടെന്ന് ഞാൻ കടക്കാരനായി. അപ്പോൾ ഈ പന്തൽ തുടങ്ങിയ വകയിലും എനിക്ക് കടമുണ്ട്. എനിക്കിതെല്ലാം കൂടെ താങ്ങാൻ വയ്യാതെ ഞാൻ വളരെ പ്രയാസത്തിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം യാദൃശ്യമായിട്ട് ഞാൻ ഫോൺ സെർച്ച് ചെയ്യുമ്പോൾ ഞാൻ കൃപാസനത്തിൽ സാക്ഷ്യം കേൾക്കുകയാണ്. ഞാൻ ആ സാക്ഷ്യം കേട്ട് ഞാൻ എൻ്റെ പങ്കാളിയെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതുപോലെ അടുത്താണല്ലോ, ആലപ്പുഴയാണല്ലോ ഈ സംഭവം, നമുക്കിവിടെ വരെ പോകണം, മാതാവിൻ്റെ അടുത്ത് പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഓണം അടുത്ത സമയമായിരുന്നു. അതായത് 2021 സെപ്റ്റംബറിലായിരുന്നു ഈ സംഭവം. അപ്പം ഓണം അടുത്ത സമയമായതുകൊണ്ട് ഓണം കഴിഞ്ഞിട്ട് പോകാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ ഓണം കഴിഞ്ഞപ്പോൾ തന്നെ ഞാനും പങ്കാളിയും ഇവിടെ വരികയും ഉടമ്പടി എടുക്കുകയും ചെയ്തു. ഉടമ്പടിയിൽ ഞങ്ങൾ ഒന്നാമതായിട്ട് വെച്ചിരുന്ന നിയോഗം, എൻ്റെ ഭവനത്തോട് ചേർന്ന് കുറച്ച് സ്ഥലം കിടപ്പുണ്ടായിരുന്നു ഒരാളിൻ്റേത് കൊടുക്കുവാനായിട്ട്. പക്ഷേ ഈ സ്ഥലം വേറൊരാൾ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്കത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടും പ്രയാസമാകും എന്നുള്ളത് കൊണ്ട് ഞാൻ നേരത്തെ ഇദ്ദേഹത്തിനോട് ഈ സ്ഥലം ചോദിക്കുകയും പലപ്പോഴും ഇദ്ദേഹത്തിനോട് ഞാൻ വില തരാം, എനിക്ക് തരണമെന്ന് പറയുകയും ചെയ്തപ്പോൾ അദ്ദേഹം നിരുപാധികം ഒഴിഞ്ഞു മാറി. ഞങ്ങൾ ഉടനെ കൊടുക്കത്തില്ല, ഇപ്പോൾ ഉടനെ കൊടുത്തിട്ട് ആവശ്യമൊന്നും ഇല്ല എന്ന് അദ്ദേഹം എന്നോട് പറയുകയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഉടമ്പടിയിൽ ഒന്നാമതായിട്ട് വെച്ച നിയോഗം ഈ ഭൂമിയെക്കുറിച്ചായിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ ഭവനത്തിൽ എനിക്കും എൻ്റെ 2 മക്കൾക്കും വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകുന്ന വിധത്തിൽ അലർജിയുടെ അസുഖം ഉണ്ടായിരുന്നു. അതോടൊപ്പം എനിക്ക് കഴിഞ്ഞ ഏതാണ്ട് 10-17 വർഷമായിട്ടുണ്ടായിരുന്ന വിമ്മിഷ്ടവും ഉണ്ടായിരുന്നു. ഞങ്ങൾ ഈ ഒരു വലിയ ബുദ്ധിമുട്ട് ഞങ്ങളെ വളരെയധികം വേദനിപ്പിച്ചു. അങ്ങനെ ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്നതിന് ശേഷം എനിക്ക് ഈ ഉടമ്പടി പത്രം കൊടുക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ടായി. എന്തോ എന്നെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തി. പത്രം കൊണ്ട് ആൾക്കാരുടെ ഇടയിൽ പോകാൻ എങ്ങനെ വല്ലതും പറയുമല്ലോ എന്നൊക്കെ ഓർത്ത് എനിക്ക് വളരെ ബുദ്ധിമുട്ടായിട്ട് ഞാൻ ഈ പത്രം എൻ്റെ അലമാരിക്കകത്ത് വെച്ചു. അലമാരിക്കകത്ത് വെച്ചെങ്കിലും ഞാൻ ഡെയിലി പ്രാർത്ഥിക്കുകയും അതുപോലെ ഇവിടുന്ന് കൊണ്ടുപോയ ഉപ്പും തേനും ഉപയോഗിക്കുകയും തേന് ഉപയോഗിക്കുകയൊക്കെ കൃത്യമായിട്ട് ചെയ്യുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥനയിലൊന്നും മുടക്കം വരുത്തിയിട്ടില്ല. രാവിലെയും വൈകിട്ടും കൃത്യമായി പ്രാർത്ഥിക്കും. അങ്ങനെ 2ാമത്തെ ഉടമ്പടി പുതുക്കി ഇവിടെ വന്ന് പത്രം മേടിച്ചുകൊണ്ട് പോയിട്ടും ഞാൻ ആ പത്രം അതുപോലെ അലമാരിക്കകത്ത് വെച്ചിരുന്നു എന്നുള്ളതാണ്. ഞാൻ ആർക്കും കൊടുക്കാൻ തയ്യാറായില്ല. പിന്നെ ചിലരോടൊക്കെ ഞാൻ പറയുമായിരുന്നു മാതാവിനെക്കുറിച്ച്. എന്നാൽ ഈ പത്രം കൊടുക്കുവാനോ കാരുണ്യപ്രവൃത്തി ചെയ്യുവാനോ ഒന്നിനും എനിക്ക് പറ്റിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2022 അതേ സെപ്റ്റംബറിൽ തന്നെ ഓണത്തിൻ്റെ ഉത്തരാടത്തിൻ്റെ അന്ന് ഞാനിതുപോലെ എനിക്ക് പന്തലിൻ്റെ ഒരു വർക്ക് ചെയ്യാനായിട്ട് ഞാൻ രാവിലെ 7 മണിയായപ്പോൾ പന്തലും കയറ്റി പോയിട്ട് രാത്രി 9:30 ആയപ്പോഴാണ് ആ പന്തൽ തീർന്നു. ഞാൻ വീട്ടിൽ വരുമ്പോൾ എൻ്റെ പങ്കാളി മോനെയും എടുത്തുകൊണ്ട് ഞാൻ കയ്യിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ വല്ലാതെ വിഷമിച്ചിരിക്കുന്നു. അപ്പം ഞാൻ ചോദിച്ചു, എന്ത് പറ്റി എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, മോൻ്റെ തലയിലൊരു മുഴയുണ്ട്. ഞാൻ ചോദിച്ചു, മുഴയോ? എങ്ങനെ വന്നു? അത് മറിഞ്ഞു വീണോ? ഇല്ല, എങ്ങും വീണില്ല, എങ്ങും തട്ടിയതുമില്ല. പക്ഷേ എനിക്കറിയത്തില്ല, വൈകുന്നേരത്ത് ഞാൻ തല കുളിപ്പിച്ച് തോർത്തിയപ്പോഴാണ് എൻ്റെ കൈ മുഴ തടഞ്ഞത്.
ഞാൻ പെട്ടെന്ന് ഈ കുഞ്ഞിൻ്റെ തല നോക്കിയപ്പോൾ നല്ലൊരു വലിയ നെല്ലിക്കയുടെ വലിപ്പത്തിലാണ് ആ മുഴ കാണുന്നത്. ഓണം അടുത്ത സമയമായതുകൊണ്ട് പെട്ടെന്ന് ഞാൻ അതിനെക്കുറിച്ചൊരു വിഷമത്തോടോ അല്ലെങ്കിൽ പെട്ടെന്നൊരു ആകുലതയോടെ ഒന്നും പറയുവാൻ തയ്യാറായില്ല. എല്ലാവർക്കും വിഷമവും പ്രയാസമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ പുള്ളിക്കാരോട് പറഞ്ഞു, ഇപ്പം നാളെ ഓണമല്ലേ, നമ്മളിപ്പോഴേ ഡോക്ടറെ കാണാൻ പോയാൽ ഡോക്ടർമാരൊന്നും കാണത്തില്ല, ഇതെവിടെയും നേരത്തെ വീണതിൻ്റെ വല്ല ബ്ലഡ് വല്ലതും കട്ടിയായി കിടന്നത് കൊണ്ടുണ്ടായ മൊഴിയോ വല്ലതും ആയിരിക്കും, നമുക്ക് ഓണം കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് ഞാൻ സമാധാനിപ്പിച്ചു. പക്ഷേ അങ്ങനെ പറഞ്ഞെങ്കിലും എനിക്ക് വളരെയധികം വേദന എൻ്റെ മനസ്സിലുണ്ടായി. ഞാൻ കുളി കഴിഞ്ഞിട്ട് പെട്ടെന്ന് വന്ന് പ്രാർത്ഥിച്ച് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, അമ്മ ഇതെനിക്ക് തന്നാൽ മതിയായിരുന്നു, ഞാനത് സഹിച്ചേനെ. പക്ഷേ ഈ കുഞ്ഞിന് ഇത് കൊടുത്തത് എനിക്കൊരിക്കലും താങ്ങാൻ വയ്യ. അതുകൊണ്ട് ഞാനിവനെ ഒരിടത്തും കൊണ്ടുപോകത്തില്ല, ഒരു ഹോസ്പിറ്റലിലും കൊണ്ടുപോകത്തില്ല. ഇവനെ ഞാൻ അമ്മയെ ഏൽപ്പിക്കുക, അമ്മയുടെ ഇഷ്ടം പോലെ ചെയ്തുകൊള്ളുക എന്ന് പറഞ്ഞിട്ട് ഞാൻ തൈലമെടുത്ത് പ്രാർത്ഥിച്ച് കുഞ്ഞിൻ്റെ തലയിലെ മുഴയ്ക്ക് തൂത്തു. നേരം വെളുത്ത് അതുപോലെ ഞാൻ 4 മണിയായി എഴുന്നേറ്റ് പ്രാർത്ഥിക്കാനായിട്ട് കുളിക്കാൻ തുടങ്ങി. പെട്ടെന്ന് എനിക്ക് തോന്നി കുഞ്ഞിൻ്റെ തലയിൽ നോക്കാമെന്ന്. ഞാൻ കുഞ്ഞിൻ്റെ തലയെ തൊടുമ്പോൾ കുഞ്ഞിനൊരിക്കലും അങ്ങനൊരു സംഭവം ഉണ്ടായ പാടുപോലും ഇല്ലാതെ അതേ പൂർണ്ണമായി അപ്രത്യക്ഷപ്പെട്ടു. എൻ്റെ ഒന്നാമത്തെ ഒരു മാതാവ് തന്ന വലിയ അനുഗ്രഹമാണത്. അതിനുശേഷം രണ്ടാമതായിട്ട് അതിനുശേഷം ഒരു 1.5 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ മകളെ +2 പഠിക്കുകയാണ്. അപ്പോൾ പന്തളത്ത് സ്കൂളിലേക്ക് പഠിക്കാൻ പോകാനായിട്ട് ഞങ്ങൾ ബസ് കയറാനായിട്ട് ഞങ്ങൾ അടുത്ത ഒരു ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ മോളുടെ കൂടെ പഠിക്കുന്ന വേറൊരു കുട്ടിയുണ്ട്. അവരിങ്ങനെ ബസ് കയറാനായിട്ട് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ബൈക്കിൽ ഭാര്യയും ഭർത്താവുമായിട്ട് ഇങ്ങനെ സ്പീഡിൽ വരികയും അടുത്ത് വന്നപ്പം ഒരു പട്ടി ഇങ്ങനെ കുറുക്ക് ചാടി ഈ ബൈക്ക് വന്ന് ആ പട്ടിയെ ഇടിച്ചു. പട്ടി തെറിച്ചു പോയി. ഈ ബൈക്ക് അവിടുന്ന് തെറിച്ച് നിരങ്ങി വന്ന് എൻ്റെ അടുത്ത് നിന്ന മകളുടെയും കാലയിൽ ഇടിച്ച് എൻ്റെ മോള് 11 മീറ്ററോളം ദൂരെ പോയി തെറിച്ചു വീണു. അടുത്ത് നിന്ന മോളും അതുപോലെ മറിഞ്ഞു വീണു. പക്ഷേ ഈ വണ്ടി ഓടിച്ച് വന്ന 2 പേർക്കും കൂടെ ഉണ്ടായിരുന്ന ആ മോക്കും വളരെ വലിയ മുറിവാണ് സംഭവിച്ചത്. 10-12 സ്റ്റിച്ച് വരെ ഉണ്ടായിരുന്നു അവർക്ക്. പക്ഷേ എൻ്റെ മോളെ കൊണ്ടുവന്നു ഒരു പോറൽ പോലും മോക്കുണ്ടായിരുന്നില്ല. അത്ര അത്ഭുതകരമായിട്ടാണ് മാതാവ് എൻ്റെ കുഞ്ഞിനെ കാത്തത്. അതിനുശേഷം എനിക്കുണ്ടായ 3ാമത്തെ അനുഭവം, ഞാൻ ആദ്യം ഉടമ്പടി എടുത്തപ്പോൾ തന്നെ 1ാമതായിട്ട് വെച്ചിരുന്ന നിയോഗമായിരുന്നു ഭൂമിയെക്കുറിച്ച് പറഞ്ഞത്. അതിനുശേഷം ഈ അനുഭവം ഉണ്ടായി കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാതെ പ്രയാസമുണ്ടായി. എനിക്ക് തന്നെ പലപ്പോഴും തോന്നിയടാ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കൃപാസനത്തിൽ ചെന്നപ്പോൾ അച്ഛൻ പറയുകയുണ്ടായല്ലോ, ഉടമ്പടി എടുത്തവർ പത്രം കൊണ്ടുവന്ന് അലമാരിക്കകത്തും പുത്തിലും മൂലയിലുമൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ട് ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്, അവർക്കൊന്നും അനുഗ്രഹം ഉണ്ടാകത്തില്ല എന്ന് അച്ഛൻ പറയുന്നത് ഞാൻ കേട്ടു. അപ്പോഴും ഞാനിത് കേട്ടിട്ട് മനസ്സിൽ എനിക്ക് വളരെ പ്രയാസം തോന്നി. അപ്പോൾ ഞാനിവിടുന്ന് പോയി എനിക്ക് തോന്നി, ഞാനിത് ചെയ്തില്ലെങ്കിൽ എനിക്ക് തന്നെ ഇത് ബുദ്ധിമുട്ടാകുമല്ലോ എന്നോർത്ത് ഞാൻ ഈ പത്രം കൊടുക്കാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ ഞാൻ പത്രം കൊടുക്കുകയും എല്ലാവരോടും മാതാവിനെക്കുറിച്ച് പറയുകയും അനേകർ ഈ കൃപാസനത്തിൽ വരികയും ചെയ്തു. അതിനോടൊപ്പം ഞാനൊരു കാര്യം കൂടെ ഇതിനിടയ്ക്ക് ഓർമ്മിപ്പിക്കുകയാണ്. ഒരാൾ ഗൾഫിലായിരുന്ന അദ്ദേഹം 66 വയസ്സായെന്നും പറഞ്ഞ് അദ്ദേഹത്തെ ഗൾഫിൽ നിന്ന് പറഞ്ഞു വിട്ടു. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പത്രം കൊണ്ടു കൊടുത്തു. അദ്ദേഹം പത്രം കൊടുക്കാൻ ചെന്നപ്പം എന്നോട് അദ്ദേഹത്തിൻ്റെ ഗൾഫിലെ അനുഭവങ്ങളും പ്രയാസങ്ങളും പങ്കുവെച്ചു. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ചേട്ടാ ഈ പത്രം വായിക്കുക, ചേട്ടൻ കൃപാസനത്തിൽ പോകാൻ പറഞ്ഞു. അദ്ദേഹം കൃപാസനത്തിൽ പോകാൻ പറഞ്ഞു. എന്നോട് ഒത്തിരി ക്വസ്റ്റ്യനൊക്കെ ചോദിച്ചു. ഞാനിപ്പോൾ അത് ദീർഘമായിട്ട് പറയാൻ സമയം കിട്ടാത്തതുകൊണ്ട് ഞാൻ അത്രത്തെ ദീർഘത്തിലേക്ക് കിടക്കുന്നില്ല. ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, ചേട്ടൻ ഈ പത്രമായിട്ട് കൃപാസനത്തിൽ പോകണം. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, ചെന്നാൽ മാതാവ് എൻ്റെ കാര്യത്തിൽ ഇടപെടുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറയുന്നു, മാതാവ് ചേട്ടനെപ്പോലെയും എന്നെപ്പോലെയും ആയിരക്കണക്കിന് ആൾക്കാരുടെ പ്രശ്നങ്ങൾക്ക് ഇടപെട്ടിട്ടുള്ള മാതാവാണെന്ന് അവിടുത്തെ സാക്ഷ്യം വ്യക്തമായിട്ട് ചേട്ടനെ കേൾക്കണമെങ്കിൽ മൊബൈലെടുത്ത് ഞാൻ അദ്ദേഹത്തിന്
കൃപാസനത്തെക്കുറിച്ച് അടിച്ച് കാണിച്ചു കൊടുത്തു. അദ്ദേഹം വായിച്ചു. അപ്പം എന്നോട് അദ്ദേഹം പറഞ്ഞു, അന്ന് പറയുകയാണ്, രവി, ഞങ്ങളൊരു തീരുമാനമെടുത്തു, നാളെ ഞാനും വൈഫും കൂടെ കൃപാസനത്തിൽ പോകുമെന്ന്. അദ്ദേഹം പിറ്റേ ദിവസം കൃപാസനത്തിൽ വന്നിട്ട് അദ്ദേഹം 10-11 ആയപ്പോഴത്തേക്ക് തിരിച്ചു വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ചേട്ടാ കൃപാസനത്തിൽ പോയില്ലേ എന്ന് പറഞ്ഞു. ഞാൻ പോയി രവി. അല്ല, പ്രാർത്ഥിച്ചതൊന്നുമില്ലേ? ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഞാൻ എൻ്റെ പ്രയാസമൊക്കെ മാതാവിനോട് എനിക്കറിയാവുന്ന പോലെ പറഞ്ഞെന്ന് പറഞ്ഞു. അതിൽ കാര്യമൊന്നുമില്ല രവി, എനിക്ക് 66 വയസ്സായില്ലേ, എന്നെ സൗദിയിൽ നിന്ന് പറഞ്ഞു വിട്ടത്, ഇനി എന്നെ ആരും വിളിക്കത്തൊന്നുമില്ല. പിന്നെ രണ്ടാമത് എന്നോടൊരു വിഷയം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ മോള് ഇതുപോലെ നിശ്ചയം കഴിഞ്ഞു. 1 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഈ കല്യാണം വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ ആ വിവാഹത്തിൽ നിന്ന് അച്ഛൻ മാറണമെന്ന് പറയണം അവരെ വിളിച്ചെന്ന് പറഞ്ഞു. അങ്ങനെ അതല്ലെങ്കിൽ അച്ഛനൊരു ബുദ്ധിമുട്ടാണ് ഞാനെന്ന് അച്ഛന് തോന്നിയാൽ അത് അച്ഛൻ എന്നോട് പറയണം എന്ന് ആ മകൾ അദ്ദേഹത്തിനോട് പറയും. അദ്ദേഹം അതിൽ വളരെയധികം വേദനപ്പെടുകയും ചെയ്തു. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ചേട്ടൻ പോയി ഈ 2 വിഷയവും മാതാവിന് കൊടുക്കുക, മാതാവ് അത്ഭുതം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം കൃപാസനത്തിൽ വന്നു, അമ്മയോട് പ്രാർത്ഥിച്ചു. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ചേട്ടനെയും ഒരു 4 അപ്പം ഞാൻ അതിനുശേഷം അദ്ദേഹത്തിന് എല്ലാ ദിവസവും ബന്ധപ്പെടുമായിരുന്നു ഫോണിലൂടെ. ഞാൻ എന്നും വിളിച്ച് പ്രാർത്ഥനയെക്കുറിച്ചും പ്രാർത്ഥന തുടരണമെന്നും അതിനകത്ത് നിരുത്സാഹപ്പെടരുതെന്നൊക്കെ പറഞ്ഞ് ഞാൻ അദ്ദേഹത്തെ എപ്പോഴും പ്രചോദനം കൊടുക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ദിവസം ചോദിച്ചു, ചേട്ടാ ഇനി എത്ര ദിവസമുണ്ട് ചേട്ടൻ്റെ പാസ്പോർട്ട് വിസയുടെ ഇത്? അപ്പോൾ പറഞ്ഞു, രവി ഇനി ഒരു 15 ദിവസം കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, 15 ദിവസം ഉണ്ടല്ലോ, ചേട്ടൻ വിഷമിക്കേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിനിടയ്ക്കെല്ലാം ഞാൻ ദിവസം വിളിക്കുമ്പോഴും ഇദ്ദേഹം വളരെ നിരാശയോടായിരുന്നു എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നത്, നടക്കത്തില്ല, ഇനി ഒന്നും നടക്കത്തില്ല, ആകത്തില്ല എന്ന്. അങ്ങനെ ഇരുന്നു. ഈ 15 ദിവസം തീരുന്നതിന് 3 ദിവസത്തേക്ക് മുമ്പ് അദ്ദേഹത്തിനെ കമ്പനി തിരിച്ചു വിളിച്ചു. അദ്ദേഹം ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടാണ് പോയത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് ആ കുടുംബത്തിലെ എല്ലാവരും എല്ലാ മാസത്തിലും കൃപാസനത്തിൽ വരുന്നുണ്ട്. ആ കുടുംബത്തിൽപ്പെട്ട അനേകർ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ ആ ഒരു കുടുംബത്തെ മാത്രമേ ഇപ്പോൾ ഓർമ്മിപ്പിക്കുന്നുള്ളൂ. അങ്ങനെ അനവധി കുടുംബങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് അനവധി അനുഭവങ്ങൾ അവർക്കെല്ലാം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ അടുത്ത പിന്നെ മൂന്നാമതായിട്ട് ഞാൻ ചെയ്തൊരു കാര്യം, ഈ പത്രമൊക്കെ കൊടുത്തെങ്കിലും ഈ കാരുണ്യപ്രവൃത്തിയോട് ഞാൻ തീരെ സഹകരിച്ചില്ലെന്നല്ല, പലർക്കും ഞാൻ എൻ്റെ കയ്യിലുള്ളതനുസരിച്ച് സാമ്പത്തികമൊക്കെ പലർക്കും കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതലൊരു സന്തോഷമുണ്ട്, ഞാൻ അടൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ചെന്ന് ഇതുപോലെ ഈ പത്രമൊക്കെ കൊടുത്തതിന് ഇങ്ങോട്ട് ഇറങ്ങി വരാനായിട്ട് നിൽക്കുമ്പോൾ ഒരു സഹോദരി പുള്ളിക്കാരിയുടെ ഭർത്താവിനെയും താങ്ങി പിടിച്ചുകൊണ്ട് ഹോസ്പിറ്റലിൻ്റെ മുമ്പിൽ കൂടി ഇതിന് പോകുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഓടിച്ചെന്ന് ചോദിച്ചു, എന്തു പറ്റി, എന്താണ് ഇദ്ദേഹത്തിന്? അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞൊരു 4 വർഷത്തിന് മുമ്പ് ഇതുപോലെ ആക്സിഡൻറ്റ് ഉണ്ടായതായിരുന്നു. അതിനുശേഷം അന്ന് ഡോക്ടർ പറഞ്ഞതായിരുന്നു അടുത്ത 3 വർഷത്തിന് ഉള്ളിൽ ഇദ്ദേഹത്തിന് പൂർണ്ണമായിട്ട് നടക്കാനൊക്കെ അതാകും. അപ്പോൾ ആ ഒരു സ്റ്റേജ് വരുമെന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടുണ്ടായ ഒരു ഇതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം പെട്ടെന്ന് പറയുവാണ്, നീ പോയി മെഡിസിൻ മേടിക്കുന്നു. അപ്പം പുള്ളിക്കാരി വളരെ വേദനയോട് പറയുന്നു, അത്രയും മേടിക്കാൻ മെഡിസിന് പൈസ തികയത്തിരുന്നു. അപ്പം ഞാൻ പുള്ളിക്കാരിയോട് ചോദിച്ചു, സഹോദരി എത്ര രൂപ മെഡിസിൻ മേടിക്കാൻ? അപ്പോൾ പറഞ്ഞു 300 രൂപ ആകും ചേട്ടാന്ന് പറഞ്ഞു. ഞാൻ പറയുന്ന പോയി മെഡിസിൻ മേടിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ ഈ പൈസ എടുത്ത് കൊടുത്തു. അവർ മെഡിസിൻ മേടിച്ചുകൊണ്ട് വന്നപ്പം എൻ്റെ ഇപ്പോൾ പത്രം ഞാൻ എല്ലാവർക്കും കൊടുത്തു. അപ്പോൾ എൻ്റെ പത്രം ഇരിപ്പില്ല ആ സമയത്ത്. ഞാൻ പെട്ടെന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞു, വീട് എവിടെയാണെന്ന് ചോദിച്ചു. ഇന്നടത്താണെന്ന് പറഞ്ഞു. അപ്പം കൃത്യമായ അഡ്രസ്സും പറഞ്ഞു. ഞാൻ വീട്ടിൽ വന്നിട്ട് വീട്ടിൽ ഒരു പത്രം വരുന്നു. ഈ പത്രം എടുത്തുകൊണ്ട് ഞാനിവിടെ ചെല്ലുമ്പോൾ അതൊരു മുസ്ലിം കുടുംബമായിരുന്നു. ഞാൻ പത്രം കൊടുത്തു. ഞാൻ അവരോട് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു. അടുത്ത 4 ദിവസത്തിനുള്ളിൽ അവരിവിടെ വരുമെന്ന് എന്നോട് പറഞ്ഞിരുന്നു. വന്നു എന്തോന്ന് എനിക്കറിയില്ല. അങ്ങനെ ഞാൻ ഇത് കൂടാതെ പത്രം അടൂർ ഹോസ്പിറ്റലിൽ വീണ്ടും കൃപാസനത്തിൽ വരികയും പത്രം വാങ്ങി കൊണ്ടുപോവുകയും ചെയ്തു. പത്രം ഞാൻ ഒരു മുടക്കവും കൂടാതെ കൊടുക്കുകയും എല്ലാവരോടും മാധവനെക്കുറിച്ച് സംസാരിക്കുകയൊക്കെ ഞാൻ വളരെ ഇതായിട്ട് തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴേ ഞാൻ ഈ അടൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പത്രം കൊണ്ട് ചെന്ന് പത്രം കൊടുക്കാനായിട്ട് ഞാൻ ചെന്നപ്പോൾ എനിക്ക് ഈ ആസ്മ രോഗിയുടെ ഇടയിലേക്കാണ് എനിക്ക് കടന്നു ചെല്ലാനായിട്ട് താല്പര്യം തോന്നിയത്. അപ്പോൾ ഞാൻ ഈ ചോറ് കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ ഈ ആസ്മ രോഗികൾ വളരെ വേദനയോടും പ്രയാസത്തോടും ഒക്കെ വന്ന് ഈ പത്രം എൻ്റെ നിന്ന് മേടിക്കുമ്പോൾ ഞാനിത് നോക്കി കരഞ്ഞിട്ടുണ്ട്. കാരണം എനിക്ക് അത്ര വിഷമം തോന്നി. ഈ ഭക്ഷണം മേടിക്കാൻ അവർക്ക് വയ്യ, അത്രമാത്രം അവരുടെ വിമിഷ്ടത്തോടെ വന്ന് പത്രം മേടിക്കുമ്പോൾ ഞാൻ അവിടെ നിന്ന് കരഞ്ഞിട്ടുണ്ട്. ഈ പത്രം കൊടുത്തിട്ട് ഞാൻ അവിടുന്ന് ഇറങ്ങി വരുമ്പോൾ
ഞാൻ ദൂരെ മാറി നിന്ന് കരഞ്ഞിട്ടുണ്ട് അവരെ കണ്ട്. പക്ഷേ അടുത്ത കാലത്താണ് ഞാൻ അറിയുന്നത്, ഞാൻ അവരുടെ ഇടയിലിരുന്ന് മാതാവിനെ വിളിക്കുകയും ഭക്ഷണം കൊടുക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ 18 വർഷമായിട്ട് എന്നെ അലട്ടിക്കൊണ്ടിരുന്ന എൻ്റെ വിമ്മിഷ്ടം പൂർണ്ണമായിട്ട് എടുത്തു മാറ്റി. പിന്നെ എനിക്ക് സംഭവിച്ചത്, ഞാൻ ആദ്യം പറഞ്ഞ വസ്തുവിൻ്റെ കാര്യമാണ്. ആ വ്യക്തി എൻ്റെ അടുത്ത് വന്ന് വസ്തു തരാമെന്ന് ഇങ്ങോട്ട് പറയും. അപ്പം ഞാൻ അന്നേരം എൻ്റെ പൈസയ്ക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, വസ്തു എത്ര വേണമെന്ന് വെച്ചാൽ നിനക്ക് ഞാൻ തരാം, നീ ആദ്യം എനിക്ക് കുറച്ച് പൈസ തന്നാൽ മതി എൻ്റെ ഒരു അത്യാവശ്യത്തിന്, അതിനുശേഷം നീ പലപ്പോഴായിട്ട് തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, വേണ്ട, എനിക്ക് കടം വേണ്ട, എനിക്ക് ഇത്ര സെൻറ്റ് സ്ഥലം മതി, അതിൻ്റെ പൈസ ഇപ്പോൾ ഉണ്ട്, ബാക്കി ഞാൻ പിന്നീട് എടുത്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ തരത്തില്ല എന്ന് പറഞ്ഞ വസ്തു എനിക്ക് മാതാവ് മേടിച്ചു തന്നു. അതുപോലെ തന്നെ മാതാവ് ഇവിടുന്ന് കൊണ്ടുപോയ ഉപ്പും തൈലവും തേനും ഉപയോഗിച്ചതിൻ്റെ ഫലമായി എൻ്റെ 2 മക്കളുടെയും അലർജി രോഗം പൂർണ്ണമായിട്ട് എടുത്തു മാറ്റി. മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാനെൻ്റെ സാക്ഷ്യം നിർത്തുകയാണ്. ഉടമ്പടി എന്തും ആഗ്രഹിക്കാവുന്ന ഒരു പ്രാർത്ഥനയാണ്. കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 2:15 തിരുവചനങ്ങൾ അരുളി ചെയ്യുന്നു, ഞങ്ങളാകട്ടെ ക്രിസ്തുവിൻ്റെ മനസ്സ് അറിയുന്നു എന്ന് അപ്പസ്തോലന്മാർ പറയുന്നതാണ്. അപ്പോൾ തീർച്ചയായും ഇവിടെ ഏത് ജാതിയെന്നോ മതമെന്നോ ഇതൊന്നുമില്ല. ഈ മകൻ പറഞ്ഞ സാക്ഷ്യങ്ങളിലൊക്കെ വ്യക്തമാണ് എങ്ങനെ ജീവിക്കുന്ന അമ്മ ഈ മകൻ്റെ കാര്യത്തിൽ ഇടപെട്ടു. ഈ മകൻ എത്രയോ പേർക്കാണ് മാതാവിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക. ആദ്യം 6 കെട്ട് പത്രമാണ് അലമാരിയിൽ കൊണ്ടുപോയി വെച്ചിരുന്നത്, കൊടുക്കാനായിട്ടൊരു ബുദ്ധിമുട്ട്. എന്നാൽ പിന്നീട് അങ്ങോട്ട് തൻ്റെ ജീവിതത്തിൽ ഒരു ജ്വലിക്കുന്ന ഒരനുഭവത്തോടെ പിന്നീട് എങ്ങനെ ഈ മകൻ അടൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിലും അതുപോലെ മറ്റ് ഓരോ ഹോസ്പിറ്റലുകളിൽ, പന്തളം ഹോസ്പിറ്റൽ, പിന്നെ അങ്ങനെ ഓരോ സ്ഥലത്തും ഈ മകൻ പിന്നീട് എങ്ങനെയാണ് ഈശോയ്ക്ക് സാക്ഷിയാകുന്നത്. അതുകൊണ്ടാണ് തിരുവചനം പറയുക, ഞങ്ങളാകട്ടെ ക്രിസ്തുവിൻ്റെ മനസ്സറിയുന്നു എന്ന്. കർത്താവിൻ്റെ മനസ്സറിയുവാനായിട്ട് നാം അതിന് നമുക്ക് ആകണമെങ്കിൽ നമുക്ക് ആ കർത്താവിൻ്റെ ഇഷ്ടത്തോട് ചേർന്ന് നിൽക്കണം. അതാണ് അവൻ പറഞ്ഞതുപോലെ ചെയ്യുക എന്ന ഉടമ്പടി വചനം. ഈ അവൻ പറഞ്ഞതുപോലെ ചെയ്യുമ്പോഴാണ് നമുക്ക് എല്ലാ കാര്യങ്ങളിലും വളരെ ചിട്ടയും കൃത്യതയും നമുക്കും ഉണ്ടാകും. നാമും നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തും. പിന്നീട് ഉടമ്പടി നിബന്ധനകൾ നമുക്കൊരു ഭാരമാവില്ല. അത് ഈശോയെ പ്രഘോഷിക്കുന്നതിനുള്ള ഒരു ചാലക ശക്തിയായിട്ട് തന്നെ മാറുമെന്നുള്ളതാണ് ഇവിടെ കാണുവാൻ കഴിയുക. തൻ്റെ 18 വർഷമായ അലർജി, തൻ്റെ മക്കളുടെ വർഷങ്ങളായിട്ടുള്ള അലർജി, തൻ്റെ മകന് ആദ്യമേ തന്നെ എങ്ങനെയാണ് രോഗസൗഖ്യം ലഭിക്കുന്നത്. താൻ ആഗ്രഹിച്ചതൊക്കെ തനിക്ക് ലഭിച്ചു, താൻ വെച്ച നിയോഗങ്ങളൊക്കെ തനിക്ക് ലഭിച്ചു. ഈ മകൻ ഇത് പറയുമ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നമുക്കും നാം ചിന്തിക്കണം, നാം എവിടെ നിൽക്കുന്നു, ക്രിസ്തുവിൻ്റെ മനസ്സ് അറിഞ്ഞാണോ നാം ഇന്ന് ജീവിക്കുന്നതെന്ന്. നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം, ദൈവത്തെ ആരാധിക്കാം, മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.